കലാശാലയിലെ സിദ്ധാർത്ഥിന്റെ മരണം വളരെ അതിൻ്റെ ഒരു മാതാപിതാക്കൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ വളരെ ഞെട്ടിക്കുന്ന സംഭവമാണ്. എങ്ങനെയാണ് മിനിസ്റ്റർ ഈ വിഷയത്തെ കാണുന്നത്? മിനിസ്റ്ററുടെ അധികാര പരിധിയിൽപ്പെട്ട ഒരു സ്ഥാപനത്തിൽ തന്നെയാണ് നടന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? വളരെ ദുഃഖത്തോടു കൂടിയാണ് ഞാൻ ഇതിനെ കാണുന്നത്. കാരണം വെറ്ററിനറി സർവകലാശാലയിൽ ഇത്തരത്തിലുള്ളൊരു സംഭവം ഒരു പുതുമയോടുകൂടിയാണ് ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. പൂക്കോട് പല പ്രാവശ്യവും ഞാൻ പോകുന്ന ഒരു കോളേജാണ്. പലപ്പോഴും വിദ്യാർത്ഥികൾ നേരിട്ട് പല കാര്യത്തിനും നിവേദനങ്ങൾ ഉൾപ്പെടെ എനിക്ക് തന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള സംഭവം അവിടെ അരങ്ങേറുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സിദ്ധാർത്ഥിനുണ്ടായ ഒരു അനുഭവം നമുക്കിപ്പം എടുത്തു പറയാൻ പറ്റില്ല. കാരണം സിദ്ധാർത്ഥിനെ അത്രയധികം സ്നേഹിക്കുന്ന അവിടുത്തെ കുട്ടികളെ നമുക്ക് കാണാൻ കഴിയും. പല കാര്യത്തിനും വളരെ മിടുക്കനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു. ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ വൈസ് ചാൻസലറെ നേരിട്ട് ഞാൻ തന്നെയാണ് വിളിച്ചത്. എന്താണ് അവിടെ നടന്ന സംഭവവികാസം, എന്താണ് പിന്നെ ആ പ്രശ്നത്തെക്കുറിച്ച് ഒരു അന്വേഷണം വളരെ പെട്ടെന്ന് നടത്തി അതിൻ്റെ റിപ്പോർട്ട് തരണമെന്ന് പറഞ്ഞു. ആദ്യഘട്ടമെന്ന നിലയ്ക്കൊരു റിപ്പോർട്ട് നമുക്ക് തന്നു. പക്ഷേ അതിനകത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടോ തുടർന്നുള്ള കാര്യങ്ങളോ നമ്മുടെ കയ്യിൽ കിട്ടിയില്ല. യഥാർത്ഥത്തിൽ ഈ പയ്യൻ മരണപ്പെട്ടത് നമുക്കറിയാം ശുചിമുറിയിൽ വെച്ചാണ്. വളരെ പെട്ടെന്ന് ഡീനെ വിവരം അറിയിക്കുകയും വളരെ പെട്ടെന്ന് തന്നെ ആ പ്രൊഫസർ ഓടിയെത്തുകയും ഈ റൂം തുറന്ന് ഇദ്ദേഹത്തിനെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് അവിടെ നടന്നത്. പക്ഷേ അന്നേരം ഒന്നും ഈ ദേഹത്തെ മുറിവുകളോ മറ്റൊന്നും കണ്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആശുപത്രിയിൽ ചെന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞപ്പോഴാണ് പോലീസാണ് ഇത് സൂചിപ്പിച്ചത്. ഇത് വെറുതെ ഉള്ള ഒരു മരണമല്ല, ഒരു തൂങ്ങി മരണം മാത്രമല്ല, ആത്മഹത്യയല്ല. ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണം. കാരണം പലയിടത്തും മുറിവുകൾ കണ്ടു എന്നുള്ളത് കണ്ടു. അങ്ങനെയാണ് യൂണിവേഴ്സിറ്റിയും പോലീസും ചേർന്നൊരു അന്വേഷണം നടത്തിയത്. അതിലൂടെയാണ് നമുക്കറിയാം ഇന്ന് 12 പേരെ വളരെ പെട്ടെന്ന് സസ്പെൻഡ് ചെയ്ത് കോളേജിൽ നിന്ന് തന്നെ. ആ സസ്പെൻഡ് ചെയ്തവരിൽ നിന്നാണ് 6 പേരെ അപ്പം തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള സംഭവം അവിടെ നടന്നത്. 6 പേരെ അറസ്റ്റ് ചെയ്തു. ഇന്നലെയും 3-4 പേരെ അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും പ്രതികളുണ്ടെ പിടിക്കണം. കാരണം ഇത് ഒരമ്മയ്ക്കും ഒരച്ഛനും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഇത്രയധികം പഠിപ്പിച്ച് വളരെ ആഗ്രഹത്തോടു കൂടി ഒരു യൂണിവേഴ്സിറ്റി, പ്രത്യേകിച്ചും വെറ്റിനറിയിൽ മൃഗസംരക്ഷണ മേഖലയിൽ മൃഗങ്ങളെ സ്നേഹിക്കുന്ന ഒരു പയ്യനായിരുന്നു സിദ്ധാർത്ഥ്. തൊട്ടടുത്ത് നമുക്കവിടെ ഒരു വലിയ കോളനി ഉണ്ടായിരുന്നു. ആ കോളനിയിലെ കുട്ടികൾ, പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പുറത്ത് കുറച്ച് സജ്ജീകരണങ്ങൾക്ക് വേണ്ടിയും മൃഗങ്ങളെ വളർത്തുവാനും ശുശ്രൂഷയ്ക്കും വേണ്ടി പട്ടികവർഗ കുട്ടികൾ അവിടെ വരുമായിരുന്നു. അവരുമായിട്ടൊരു നല്ല ടൈപ്പ് ഉണ്ട്. ആ വിവരങ്ങളൊക്കെ അമ്മയെ അപ്പോഴപ്പോഴും വിളിച്ച് പറയുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു സിദ്ധാർത്ഥ്. തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചൊരു നല്ല എൻക്വയറി നടത്തും. ഇപ്പം മുഖ്യമന്ത്രി ഒരു സ്പെഷ്യൽ സ്ക്വാഡിനെ ഇതിനു വേണ്ടി ഇപ്പം നിയോഗിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ശിക്ഷ അല്ലെങ്കിൽ ഇതുപോലെ ഈ